നിങ്ങളുടെ ഇന്നിൽ ചർച്ചാ വിഷയമായി വരുന്ന ഇന്നത്തെ ദിനം 1201 ധനുമാസം 11-ാം തീയതിയാണ്. അതായത് 2025 ഡിസംബർ 26-ാം തീയതി. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ക്രിസ്മസൊക്കെ സംഗീതമായി ആഘോഷിച്ചിരിക്കുന്നു എന്ന് കരുതട്ടെ. ഏതായാലും ഇന്നത്തെ ദിനം വെള്ളിയാഴ്ച, തൃശ്ശൂർ സൂര്യോദയം ഇന്ന് കാലത്ത് 6:46 അസ്തമയം വൈകിട്ട് 6:06 ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്? ഇന്ന് ഷഷ്ഠി ദിനമാണ്. ഇന്ന് ഷഷ്ഠിവ്രതം അനുഷ്ഠിക്കേണ്ട ദിനമാണ്. തലേ ദിവസം തന്നെയാണ് എല്ലാം ചെയ്യേണ്ടത്. ഇന്ന് ഷഷ്ഠിക്ക് കാലത്ത് സുബ്രഹ്മണ്യന് നല്ല കാലത്ത് തന്നെ പായസം ഉണ്ടാക്കി സുബ്രഹ്മണ്യന് ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ഷഷ്ഠിവ്രതം ആചരിക്കണം. ഷഷ്ഠി പൂജ ചെയ്ത് കടുംപായസം രക്തപുഷ്പാഞ്ജലികളൊക്കെ ചെയ്ത് അവിടെ ഇരുന്നു കൊണ്ട് ഓം വജദ്ഭുവേ നമഃ എന്ന മനോഹരമായ സുബ്രഹ്മണ്യൻ്റെ പ്രാർത്ഥന. വജദ്ഭു എന്നാൽ സുബ്രഹ്മണ്യൻ്റെ പര്യായമാണ്. സ്കന്ദൻ, മുരുകൻ, വേൽമുരുകൻ, ഷൺമുഖൻ, അറുമുഖനൊക്കെ സുബ്രഹ്മണ്യൻ്റെ പര്യായമാണ്. അതിൽ പ്രധാനപ്പെട്ടതാണ് വജദ്ഭു. അതിൻ്റെ ചതുർത്ഥിയാണ് വജദ്ഭുവേ നമഃ. നമഃ എന്ന് പറയുമ്പോൾ ചതുർത്ഥി വിഭക്തി വരണം. ഗുരവേ നമഃ, ഗുരുവിന് ഗുരവേ ചതുർത്ഥിയാണ്. ഗുരവേ നമഃ, നമസ്വസ്തി ഇതൊക്കെ വരുമ്പോൾ നാം ചതുർത്ഥി വിഭക്തി പ്രയോഗിക്കണം. ഇതാണ് സംസ്കൃത വ്യാകരണ പാണിനീയം, പാണിനിയുടെ നിയമം. 9 മണി വരെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജയോ സർപ്പബലിയോ അല്ലെങ്കിൽ നവഗ്രഹത്തിൽ രാഹുകേതു അർച്ചനയോ ചെയ്യാം. ചതയ നക്ഷത്രമാണ്. 9 മണി കഴിഞ്ഞാൽ പിന്നെ നക്ഷത്രം കഴിഞ്ഞു പുരൂരുട്ടാതി നക്ഷത്രമാണ്. ഒരു ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണ് പുരൂരുട്ടാതി. മുപ്പൂരം എന്നാണ് പറയുക. പൂരം, പുരാടം, പുരൂരുട്ടാതി. വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാണെന്നറിയുക. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുഹൂർത്തങ്ങളൊന്നും നൽകുന്നില്ല. ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം വ്യാഴമാണ്. വിഷ്ണുക്ഷേത്ര ദർശനമാകാം, തുളസിമാല പാൽപ്പായസമാകാം, വിഷ്ണു സഹസ്രനാമം ജപിക്കാം, നാരായണ കവചം ജപിക്കാം. അതിലൂടെ കിട്ടുന്ന ഒരു വലിയ എനർജി വളരെയധികം ഉപകാരപ്പെടും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്നിനെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.